ഹായ്. ലോകം വിദ്യാഭ്യാസ രംഗത്ത് ഭാവിയിൽ ഉറ്റുനോക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ് ഇത് ഞാൻ സംസാരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മീഡിയ, ഫിനാൻസ് തുടങ്ങി അഭിവൃദ്ധി പ്രാപിക്കുന്ന മേഖലകളുള്ള രാജ്യം, 98% തൊഴിൽ നിരക്കുള്ള രാജ്യം, ജോലി ചെയ്യാനും പഠിക്കാനും താമസിക്കാനും ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളിൽ ഒന്ന്. പ്രത്യേകിച്ച് യങ് ഇന്ത്യൻസിനെ ഒരു വിദേശ രാജ്യം എന്ന് കരുതാതെ തന്നെ സ്വന്തം രാജ്യം എന്ന തോന്നലിലൂടെ തന്നെ അവിടെ പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും പറ്റുന്നു. ഇത്രയും മനോഹരമായ ഈ രാജ്യം ഏതാണ്? അതായത് ദുബായ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ദുബായ് വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും വലിയ ഒരു പ്രചോദക ശക്തിയായി മാറുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ദുബായിലെ UAE's വിഷണറി എഡ്യൂക്കേഷൻ 33 സ്ട്രാറ്റജിയും, രണ്ടാമത് ദുബായ് ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെ നേതൃത്വത്തിലുള്ള ദീർഘവീക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ്. ഇത് ദുബായിയെ ലോക നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവരുന്നു, ലോക നിലവാരത്തിലുള്ള പഠന സാധ്യതകളിലേക്ക് തുറക്കുകയാണ്. എന്താണ് ഈ 33 സ്ട്രാറ്റജി? ഈ സ്ട്രാറ്റജി പറയുന്നത് ദുബായ് ഏകദേശം 2033 ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. ആഗോള വിദ്യാർത്ഥികളുടെ 50% ദുബായിലേക്ക് ആകർഷിക്കുക, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ടൂറിസം 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഇതിന് പ്രേരക ശക്തിയാകുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദുബായ് കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ ഒന്നാണ് ഗ്ലോബലി അക്രഡിറ്റഡ് ഡിഗ്രീസ്. CAA KHEDAയുടെ അംഗീകാരമുള്ള ഗ്ലോബലി അക്രഡിറ്റഡ് പ്രോഗ്രാമുകൾ. ഈ 2024 തന്നെ വിദ്യാർത്ഥികളെ ഉറപ്പാക്കിക്കൊണ്ട് ഏകദേശം 175ഓളം ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 1375 ഏറ്റവും പുതിയ പ്രോഗ്രാമുകളും അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഗ്ലോബലി അക്രഡിറ്റഡ് ഡിഗ്രീസ്, അക്രഡിറ്റേഷൻ ഈസ് ദ ഗ്ലോബൽ ലാംഗ്വേജ് ഓഫ് ട്രസ്റ്റ്. ടുഡേസ് ഇന്റർകണക്റ്റഡ് വേൾഡ്, അക്രഡിറ്റേഷൻ ഈസ് ദ ഗ്ലോബൽ ലാംഗ്വേജ് ഓഫ് ട്രസ്റ്റ്. സോ ഇങ്ങനെയുള്ള ഗ്ലോബൽ അക്രഡിറ്റഡ് ഡിഗ്രീസ് ദുബായിയുടെ വിദ്യാഭ്യാസം മുഖച്ഛായ മാറ്റുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഗോൾഡൻ വിസയാണ്. ദുബായിൽ പഠിച്ച് നിങ്ങളൊരു നല്ല പ്രകടനം കാഴ്ചവെച്ച് ഒരു ബിരുദധാരിയായാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു സ്പോൺസറുടെ സഹായമില്ലാതെ ജോലി ചെയ്യാനും താമസിക്കാനും കുടുംബമൊത്ത് താമസിക്കാനുള്ള വിസ ലഭ്യമാകുന്നു. 10 വർഷത്തേക്കുള്ള വിസ ലഭ്യമാകുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തത് ഇന്റർനാഷണൽ ആക്സസിബിലിറ്റിയാണ്. ഏകദേശം ഇന്ത്യ ഉൾപ്പെടെ 200ഓളം രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ, നേരിട്ടുള്ള വിമാന സർവീസുള്ള ദുബായ് നമുക്ക് ഇമോഷണലി ജോഗ്രഫിക്കലി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നഗരമാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ മൾട്ടിനാഷണൽ സിറ്റി, പ്രധാനമായിട്ട് 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലാസ് മുറികളിലെ 200ഓളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാനും ഒരു ഗ്ലോബൽ സിറ്റിസനായി മാറാൻ, ഒരു ലോക കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നു എന്നുള്ളതാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഡസ്ട്രി ലിങ്ക്ഡ് ലേണിംഗ് എന്നുള്ളത്. അക്കാഡമിക ഇൻഡസ്ട്രി കൊളാബറേഷനിലൂടെ വിവിധ പ്രോജക്റ്റുകളും പദ്ധതികളും അവിടെ ഉണ്ടായിരിക്കുന്നു. മെന്റർഷിപ്പ്, അതേപോലെ തന്നെ അക്കാഡമിക്സും ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ഇൻഡസ്ട്രികളിലൂടെ ഈ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ജോലി, വ്യക്തമായ കരിയർ മേഖലകളിലേക്ക് അടുക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ സാധ്യതകൾ തുറക്കുന്നു എന്നുള്ളതാണ്. ഈ ദുബായിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫൈനലി ദുബായ് സിറ്റി പ്രൊവൈഡ്സ് ദ ബ്ലൂ പ്രിന്റ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് ഗ്ലോബലി റെസ്പെക്റ്റഡ് ആൻഡ് ഫ്യൂച്ചർ റെഡി. ഏതായാലും ദുബായ് ഇത്രയും സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. കൂടുതൽ അറിയുന്നതിനു വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം, സംവദിക്കാം. Okay, all the best.